നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനനേന്ദ്രിയത്തിലും കാറിലും ഒളിപ്പിച്ച് 91 ഗ്രാം MDMA കടത്തിയ കേസിൽ പ്രതിയായ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ ആളെയും ഇടനില നിന്ന ആളെയും കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. വിതരണക്കാർക്ക് കൈമാറാനാണ് പ്രതി അനില രവീന്ദ്രൻ ബംഗളൂരിൽ നിന്ന് MDMA എത്തിച്ചത്. കൊല്ലം നഗരത്തിൽ വെച്ച് ശക്തികുളങ്ങര പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. തനിക്കൊപ്പം 3 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് അനില രവീന്ദ്രൻ അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്തിയത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇനി ചോദ്യം ചെയ്യും. കൊല്ലം നഗരത്തിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് താൻ ബംഗളൂരിൽ നിന്ന് MDMA എത്തിച്ചതെന്നാണ് അനില പറഞ്ഞത്. ഇവർക്ക് മയക്കുമരുന്ന് കടത്താൻ സഹായിച്ച ഇടനിലക്കാരന് പണം അയച്ചു കൊടുത്തതിന്റെ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അത് വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ യുവതിയെ സഹായിച്ച 3 പേരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, 3 പേരെ കണ്ടെത്തുക എന്നതാണ്. നേരത്തെയും ഇതേ രീതിയിലുള്ള കേസുകളിൽ അനില പ്രതിയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നതാണ്. അന്ന് ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു അവർ MDMA കടത്തിയത്. കാറിൽ ലഹരി മരുന്ന് കടത്തുന്നു എന്ന വിവരം കൊല്ലം DCP S ഷെരീഫിന് കിട്ടിയിരുന്നു. തുടർന്ന് 3 സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നീണ്ടകര പാലത്തിന് സമീപത്ത് കാറ് കണ്ടു. പക്ഷേ പോലീസ് കൈ കാണിച്ചപ്പോൾ നിർത്താതെ ഇവർ പോകുകയായിരുന്നു. തുടർന്ന് ആൽത്തറമൂട്ടിൽ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപത്ത് പോലീസ് വാഹനം ഉപയോഗിച്ച് കാർ തടഞ്ഞിട്ടു. 50 ഗ്രാം MDMA ആയിരുന്നു അപ്പോൾ ഇവരുടെ കാറിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. തുടർന്ന് വൈദ്യപരിശോധന നടത്തി. അതിനിടയിൽ ഡോക്ടർക്ക് ഒരു സംശയം തോന്നുന്നു. ഇതോടെ യുവതിയെ സ്കാനിങ്ങിന് വിധേയമാക്കി. അപ്പോഴാണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ 40 ഗ്രാമോളം MDMA കണ്ടെത്തിയത്. ബംഗളൂരിൽ നിന്ന് കൊല്ലം നഗരത്തിലേക്ക് MDMA എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ്, അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകമാണ് അനില എന്ന് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ബംഗളൂരിൽ നിന്ന് സ്വന്തം കാറിൽ ഒളിപ്പിച്ച് കടത്തുന്ന MDMA ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു അനില ചെയ്തിരുന്നത്. നേരത്തെ 2021 കാക്കനാട് അപ്പാർട്ട്മെന്റിൽ നിന്ന് MDMAയും ഹാഷിഷ് ഓയിലും LSD സ്റ്റാമ്പുകളുമായി അനില പിടിയിലായി എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അനില സിറ്റി പോലീസ് പരിധിയിൽ ഈ മാസം മാത്രം വാണിജ്യ അളവിൽ MDMA പിടികൂടുന്ന 4ാമത്തെ കേസായി ഇത് മാറിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ആശങ്കയൊക്കെ ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയധികം MDMA കടത്തൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നത് വളരെയധികം ഭയാനകമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ അനില രവീന്ദ്രന് അന്തർസംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കണ്ണൂരിൽ പിടിയിലായ ലഹരി മാഫിയ സംഘ തലവനുമായി അനില ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവുകളടക്കം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇയാൾ വഴിയാണ് ബാംഗ്ലൂരിൽ നിന്ന് അനില MDMA വാങ്ങിയത് എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. അനില ഈ ലഹരി വിൽപ്പനയ്ക്കായി കൊല്ലത്തേക്ക് വരുന്നത് ആദ്യമായിട്ടല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മുമ്പ് പലപ്പോഴും ഇതേ സ്ഥലത്തേക്ക് ഇവർ ലഹരി എത്തിക്കാറുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ കൊല്ലം ജില്ലയിലെ ലഹരി സംഘങ്ങളുമായി അനില രവീന്ദ്രന് അടുത്ത ബന്ധമുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ കിട്ടാനായി അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ കൊല്ലത്തേക്ക് MDMA എത്തുന്നുവെന്ന രഹസ്യ വിവരമാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് കിട്ടിയത്. തുടർന്ന് കൊല്ലം സിറ്റി ACP ഷെരീഫിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ 3 സംഘങ്ങളായി പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അനില ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലടക്കമാണ് ഇവരുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു ലഹരി കടത്ത് നടത്തിയത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. പോലീസ് പിടികൂടാൻ എത്തിയപ്പോൾ MDMA വിഴുങ്ങിയ താമരശ്ശേരി സ്വദേശി ഫായിസിനെ ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനുള്ള സാധ്യതകളുണ്ട്. MDMA വിഴുങ്ങിയെന്ന് ഫായിസ് പോലീസിനോട് പറഞ്ഞിരുന്നു. പരിശോധനയിലും ഇത് സംബന്ധിച്ച സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ വയറ്റിൽ MDMA പാക്കറ്റുകൾ ഉണ്ട് എന്നതടക്കമുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ വയറിനകത്ത് ക്രിസ്റ്റൽ രൂപത്തിൽ തരികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫായിസിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. താമരശ്ശേരിയിലെ പ്രധാന രാസലഹരി വിൽപ്പനക്കാരനെ എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. താമരശ്ശേരി അമ്പായത്തോട് പുല്ലുമല വീട്ടിൽ മിർഷാദ് എന്ന മസ്താനെയാണ് പിടികൂടിയത്. കോവൂർ ഇരിങ്ങാടൻ പള്ളിക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പ്രതിയിൽ നിന്ന് 58 ഗ്രാം മെത്താംഫെറ്റമീനും പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം നേരത്തെ സംസ്ഥാന
സംസ്ഥാനത്തുണ്ടായ ഒരു സംഭവമാണ്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ MDMA വിഴുങ്ങി ഷാനിദ് എന്ന യുവാവ് മരിച്ചിരുന്നു. ഇയാളുടെ സുഹൃത്താണ് ഈ പിടിയിലായ മിർഷാദ്. ലഹരിക്ക് അടിമപ്പെട്ട് ഉമ്മയെ കൊന്ന ആഷിഖ്, ഭാര്യയെ കൊന്ന യാസിർ എന്നിവരുമായും പ്രതിക്ക് ബന്ധമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. താമരശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളിൽ രാസലഹരിയുടെ മൊത്ത കച്ചവടക്കാരനാണ് മസ്താൻ എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. മാത്രമല്ല, ബംഗളൂരിലെ ലഹരി മാഫിയയുമായി ബന്ധമുള്ള ഇയാൾക്ക് നിരവധി രാസലഹരി വിൽപ്പനക്കാരുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കിലോ കണക്കിന് രാസലഹരി എത്തിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്ന ആളാണ് മിർഷാദ് എന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അടക്കം വെളിപ്പെടുത്തുകയുണ്ടായി. താമരശ്ശേരി, ഈങ്ങാപ്പുഴ, അടിവാരം എന്നിവിടങ്ങളിൽ രാസലഹരി ഉപയോഗവും അക്രമവും വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസും എക്സൈസും ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഫായിസിന്റെ വയറ്റിനുള്ളിൽ MDMA ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വയറ്റിൽ MDMA കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ CT സ്കാൻ എടുത്തു. അതിൽ വയറ്റിൽ തരി പോലെ എന്തോ എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് എൻഡോസ്കോപ്പി അടക്കമുള്ള തുടർ പരിശോധനയിലാണ് MDMAയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പക്ഷേ എത്ര അളവിൽ MDMA ശരീരത്തിലുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. ലഹരി ഉപയോഗിച്ച ലക്ഷണങ്ങളോടെ വീടിനകത്ത് ബഹളം വയ്ക്കുകയായിരുന്നു മുഹമ്മദ് ഫായിസ്. നാട്ടുകാർ വിവരമറിയിച്ചത് പ്രകാരം പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. അക്രമാസക്തനായ ഇയാളെ ഓടിച്ചിട്ട് പിടികൂടി. ഇതിനിടെ മുഹമ്മദ് ഫായിസ് കയ്യിലുള്ള പാക്കറ്റ് വിഴുങ്ങി. ഇത് നാട്ടുകാരിൽ ഒരാൾ പോലീസിനോട് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. യുവാവിന്റെ പക്കൽ നിന്ന് MDMA ആണെന്ന് കരുതുന്ന പാക്കറ്റ് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ താൻ ലഹരി വസ്തുക്കളൊന്നും വിഴുങ്ങിയിട്ടില്ലെന്നും പരിശോധിക്കേണ്ടതില്ല എന്നുമായിരുന്നു മുഹമ്മദ് ഫായിസ് താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞത്. തുടർ പരിശോധനയ്ക്കായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടുത്തെ മെഡിക്കൽ ഓഫീസറോടും ഇതേ കാര്യം തന്നെ യുവാവ് ആവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാളെ തീവ്രപരിചരണ വിഭാഗത്തിലെ റെഡ് സോണിലേക്ക് മാറ്റുകയായിരുന്നു. തുടർ ചികിത്സയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. നേരത്തെയും സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മാർച്ച് 8-നായിരുന്നു അത്. ലഹരി മരുന്ന് കവർ സഹിതം വിഴുങ്ങിയ മൈക്കാവ് കരിമ്പാലക്കുന്ന് സ്വദേശി ഷാനിദ് മരിച്ച സംഭവം. അത് ഒരു പാഠമായി മുന്നിൽ തന്നെയുണ്ട്. ഷാനിദിന്റെ സുഹൃത്താണ് മുഹമ്മദ് ഫായിസ് എന്ന അടക്കമുള്ള സൂചനകളൊക്കെ പോലീസിന് കിട്ടിയിരുന്നു. എന്തായാലും ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലഹരി കടത്ത് അല്ലെങ്കിൽ ലഹരി ഇവിടെ എത്തിക്കുന്നതിനിടയിൽ പിടിയിലാകുന്നവരുടെ എണ്ണം കൂടുന്നു. ലഹരിയുമായി പിടിയിലാകുന്നവരുടെ എണ്ണം കൂടുന്നു. തീർച്ചയായിട്ടും ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗമൊക്കെ വർദ്ധിക്കുന്നു. അത് എത്തിക്കുന്നതും വർദ്ധിക്കുന്നുണ്ട്. ഇതിനെ തടയിടേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ലഹരിയൊക്കെ ഉപയോഗിച്ച് ഓരോരോ വ്യക്തികൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ കൊല്ലുന്നു, അടിയുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഒരു തുടർക്കഥയായി മാറുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരെ വലിയ പോരാട്ടമാണ് സംസ്ഥാനവും മറ്റു പലരും ഒക്കെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടം തുടരേണ്ടത് തന്നെയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.